ഈ കാണുന്ന വാൽവേ സൂര്യപ്രകാശം അടിച്ചിട്ട് പൊട്ടിപ്പോയി. നമുക്കിത് മാറ്റണം. ഇപ്പം മാറ്റേണ്ട സ്ഥലങ്ങളിൽ ഇവിടെ നേരെ നമ്മുടെ MTA കയറി വരും, ഇവിടെ ഒരു കപ്ലിങ് വരും, അതുപോലെ ഇവിടെ ഒരു കപ്ലിങ് വരും, ഈ താഴെ ഉള്ള സ്ഥലത്തും ഒരു കപ്ലിങ് വരും. ഇതിപ്പോൾ അതായത് നമ്മുടെ ജല അതോറിറ്റിയുടെ വെള്ളം വരുന്ന പൈപ്പാണ്. ആ പൈപ്പിൽ നിന്ന് കിച്ചണിലേക്ക് നേരിട്ട് കൊടുത്തിട്ടുള്ള ലൈനാണ്. മുകളിലേക്ക് വെള്ളം കയറാത്ത സമയത്ത് ഇവരുടെ താഴെയുള്ള ഭാഗങ്ങളിലേക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബൈപ്പാസ് വാൽവ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ലൈനാണ്. ഈ വഴി ഇത് നേരെ ടാങ്കിൽ നിന്ന് തന്നെ ലൈനായിട്ടുള്ള ലൈനാണ്. ആ ലൈനിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വാൽവ് PVC ആയതുകൊണ്ട് ഇതിൻ്റെ ലിവർ പൊട്ടിപ്പോയി. വെയിൽ നന്നായിട്ട് അടിക്കുന്ന ഭാഗമാണ്. ഇവിടെ ലിവർ പൊട്ടിപ്പോയി. ഇനി നമ്മൾ ആ ലിവർ പൊട്ടിപ്പോയ വാൽവ് നമ്മൾ മാറ്റാനായിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. സ്റ്റാറിൻ്റെ ബോൾ വാൽവാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഏകദേശം 650 രൂപ MRP ഈ ബോക്സിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റീൽ ബോൾ വാൽവാണ് ഉള്ളത്. PVC ബോൾ വാൽവുകളുടെ ഉൾവശത്തുള്ളത് പ്ലാസ്റ്റിക് ബോളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോള് നിൽക്കും, കുഴപ്പമൊന്നുമില്ല, കംപ്ലൈൻ്റ് ഒന്നും അങ്ങനെ വരണ റേറ്റല്ല. പക്ഷേ ഈ ലിവറാണ് പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാത്തിൻ്റെയും പൊട്ടിപ്പോണത്. ഇത് കുറച്ച് പഴയ മോഡലാണ്, പിന്നീട് വന്നിട്ടുള്ള മോഡലാണിത്. ഇതിന് അഡീഷണൽ റിബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കാരണം ഇത് പൊട്ടുക കുറച്ചുകൂടി ലൈഫ് മാറ്റണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇനി വാൽവ് മാറ്റണം. അപ്പോൾ ഇത് മാറ്റാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി ഞാനിതിൽ കാണിക്കുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതുപോലെ നമ്മൾ ഒരു കോപ്പർ കടത്തിയിട്ടാണ് നമ്മൾ ഈ പൈപ്പിൻ്റെ അടിഭാഗം കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് ഭാഗം നമുക്ക് ബ്ലേഡ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് PVC നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് ഭാഗം മാത്രമാണ് നമുക്കൊരു പ്രശ്നമുള്ളൂ. അപ്പോൾ വാൽവ് കട്ട് ചെയ്തെടുത്തു. ഇനി അതേമാതിരി നമുക്ക് ഇതിൻ്റെ ഒരു നടുക്കിലായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഇതിൽ പെയിൻ്റ് ഉള്ളതെല്ലാം നമ്മൾ ചിരണ്ടി കളയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മൾ സോൾവെൻറ്റ് വയ്ക്കുമ്പോൾ ശരിക്കും ഒട്ടില്ല. നമ്മുടെ ഈ വാൽവ് ഒന്ന് സെറ്റ് ചെയ്യാം. ഈ വാൽവ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഷെല്ലാക്കും ത്രെഡ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല, നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം നമ്മളിതിൽ ത്രെഡ് സീൽ ചെറ്റിയിട്ട് ഞാനിതിൻ്റെ ഒരു സ്വല്പം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ MTA ഒരല്പം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇത്രയേ കയറുള്ളൂ, ബാക്കി കയറാതെ നിൽക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ത്രെഡ് സീൽ ഇങ്ങനെ നന്നായിട്ട് ചുറ്റി കൊടുക്കുക. ത്രെഡ് സീൽ നമുക്ക് ഒരുപാട് ഈ തലക്കിലേക്ക് ചുറ്റി കയറ്റരുത്. നമുക്ക് വേണ്ടത് വെള്ളം ലീക്ക് ആവാതിരിക്കാനായിട്ട് മെയിനായിട്ട് ഈ ഒരു എൻഡിലാണ് നമുക്കത് വേണ്ടത്. അപ്പോൾ നമ്മൾ എൻഡിലാണ് കൂടുതൽ ചുറ്റി കൊടുക്കണേ. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഒരു സോൾവെൻറ്റും ഒന്ന് തേച്ച് കൊടുക്കും. ഷെല്ലാക്കിന് പകരമാണ് സോൾവെൻറ്റ് വെച്ചിട്ടെങ്കിലും ഇത് ലീക്കൊന്നും വരില്ല. പക്ഷെ എന്നാലും ഒരു ചെറിയൊരു ഉറപ്പ് വിശ്വാസക്കുറവ് ഉള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യണത്. ഈ ഗ്രിപ്പ് കറക്റ്റായിട്ട് ലോക്കാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് നേരെ അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ ഈ ഐറ്റം മെറ്റലും PVCയും തമ്മിൽ അധികം ഡിസ്റ്റൻസ് ഉണ്ടാവില്ല കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ. അത് നമുക്കിനി ഇതൊന്ന് ടൈറ്റ് ചെയ്യാം. ഫുൾ ടൈറ്റായി. ഓക്കെ, അപ്പോൾ വാൽവ് നമ്മുടെ ഒരു സ്റ്റേജ് ഒട്ടിച്ച് കഴിഞ്ഞു. അതൊരു പശ തേച്ച് ഇങ്ങനെ വെക്കുക. പശ തേച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് ടേൺ ആയിട്ടൊന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ സോൾവെൻ്റ് എല്ലാ ഭാഗങ്ങളിലേക്ക് എത്താനായിട്ട് ഒട്ടിക്കുകയാണേ. ഇത് ഒട്ടിക്കുമ്പോൾ ഇങ്ങനെയാണ് ഒട്ടിക്കണേ. നമ്മുടെ വർക്ക് കഴിഞ്ഞു, സെറ്റിങ് കഴിഞ്ഞു, കപ്ലിങ് 3 വന്നു, വാൽവ് സെറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഓക്കെ.